പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഈ വോട്ട് കൊള്ള എന്ന വിവാദം ഇങ്ങ് തൃശ്ശൂർ വരെ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയൊരു വാർത്തയാണ് ഇന്ന് സർജിക്കൽ സ്ട്രൈക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ വാർത്തയുടെ ഉറവിടം എന്ന് പറയുന്നത് കേരള രാജ്ഭവനാണ്. ഇതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന കേരളത്തിന്റെ ഗവർണറാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മാസം 8-ാം തീയതി കേരള ഗവർണർ തന്റെ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകൾക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൽ പറയുന്നത് ഈ മാസം 14-ാം തീയതി, അതായത് ഓഗസ്റ്റ് 14-ാം തീയതി സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേ ദിവസം ഇന്ത്യ വിഭജനത്തിന്റെ ഭീകരതയെ അനുസ്മരിക്കുന്ന പരിപാടികൾ സർവകലാശാലകൾ സംഘടിപ്പിക്കണം എന്നാണ് പ്രത്യേക സർക്കുലറിലൂടെ ഗവർണർ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും ആ നിർദ്ദേശത്തിലുണ്ട്. സെമിനാറുകൾ സംഘടിപ്പിക്കണം, അതുപോലെ തന്നെ നാടകങ്ങൾ, പറ്റുമെങ്കിൽ തെരുവ് നാടകങ്ങൾ തന്നെ സംഘടിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. മാത്രവുമല്ല, എന്തായിരിക്കും നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു ആക്ഷൻ പ്ലാൻ മുൻകൂട്ടി തന്നെ രാജ്ഭവനെ അറിയിക്കണമെന്നും സർക്കുലറിൽ പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആർലേക്കർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്? ആർലേക്കറിന്റെ കണ്ടെത്തലല്ല ഇത്. 2021 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമായിരുന്നു ഇത്. അതായത് എല്ലാ ഓഗസ്റ്റ് 14-ാം തീയതിയും രാജ്യമെമ്പാടും രാജ്യം വിഭജിച്ചതിന്റെ ഭീകരതയെ അനുസ്മരിക്കുന്ന ചടങ്ങുകൾ കൂടി സംഘടിപ്പിക്കണമെന്ന് അന്ന് മോദി പറഞ്ഞു. നമ്മൾ സ്വാതന്ത്ര്യദിനം മാത്രം ആഘോഷിച്ചാൽ പോരാ, സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേന്ന് ഈ രാജ്യം വിഭജിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ദുരന്തങ്ങളും മനുഷ്യർ അനുഭവിച്ചിട്ടുണ്ട്, അവരെ നമ്മൾ അനുസ്മരിക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ആ നിർദ്ദേശം അപ്പാടെ അനുസരിച്ചുകൊണ്ട് 2022 തന്നെ BJP ഭരിക്കുന്ന, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഡൽഹി മെട്രോ ഒരു വലിയ എക്സിബിഷൻ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ അനുസ്മരണം നടത്തിയത്. എന്നാൽ അന്നു മുതൽ തന്നെ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ ഈ നിർദ്ദേശം ചെവിക്കൊണ്ടില്ല. അങ്ങനെ കേരളവും ഈ പരിപാടി നടത്തിയിട്ടില്ല. അപ്പോഴാണ് രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ഗവർണർ സർവകലാശാലകളിലേക്ക് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കുലർ അയച്ചിരിക്കുന്നത്, നിങ്ങൾ നിർബന്ധമായും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന്. നമുക്ക് ചരിത്രം ഒന്ന് പരിശോധിക്കാം. ഇന്ത്യ വിഭജിക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. 1947 ഓഗസ്റ്റ് 14-ന് ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെടുകയും പാകിസ്ഥാൻ എന്നൊരു പുതിയ രാജ്യം ഉണ്ടാകുകയും ചെയ്തു. ആ പാകിസ്ഥാൻ ഉണ്ടായതിന്റെ കാരണം എന്താണ്? മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ രക്ഷയില്ല എന്നും മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാജ്യം തന്നെ ഉണ്ടാകണമെന്നും ശാഠ്യം പിടിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിന്റെ നേതാവായിരുന്നു മുഹമ്മദ് അലി ജിന്ന. രാഷ്ട്രപിതാവാണ് പാകിസ്ഥാന്റെ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഭജനത്തിന്റെ ഉത്തരവാദി ആരാണ്? മുസ്ലിം ലീഗാണ്, അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്നയുമാണ്. ആ ഭീകരനെ കുറിച്ച് കൂടി നമ്മൾ അനുസ്മരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഭീകരനെ മാത്രം അനുസ്മരിച്ചാൽ മതിയോ? ചരിത്രം പരിശോധിക്കുമ്പോൾ മുഹമ്മദ് അലി ജിന്ന മാത്രമാണോ ഇന്ത്യ വിഭജനത്തിന്റെ കാരണക്കാരൻ എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ. യഥാർത്ഥത്തിൽ ഇന്ത്യയെ വിഭജിച്ച് ഹിന്ദുക്കളുടെ രാജ്യവും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ രാജ്യവുമാക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട നേതാവിന്റെ പേര്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അദ്ദേഹത്തിന്റെ പേരാണ് ഹിന്ദു മഹാസഭയുടെ സ്ഥാപക നേതാവായ വീർ സവർക്കർ, VD സവർക്കർ. VD സവർക്കർ ആണ് ടു നേഷൻ തിയറി, ദ്വിരാഷ്ട്ര സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് കൃത്യമായ ഒരു വിശദീകരണവും ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഹിന്ദുക്കളും ഒന്നിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാകാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമാണ്, ഹിന്ദുക്കളുടെ പിതൃഭൂമിയാണ് ഇന്ത്യ എന്ന് മാത്രവുമല്ല, അവരുടെ ഹോളി ലാൻഡ്, പരിശുദ്ധ ഭൂമിയും ഇന്ത്യ തന്നെയാണ്. എന്നാൽ മുസ്ലിങ്ങൾ അങ്ങനെയല്ലല്ലോ, അവർ കടന്നു വന്നവരല്ലേ. അവരുടെ പിതൃഭൂമി ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം, പക്ഷെ അവരുടെ ഹോളി ലാൻഡ്, പരിശുദ്ധ ഭൂമി ഇന്ത്യയല്ല, അത് മക്കയോ മദീനയോ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇന്ത്യയിൽ താമസിച്ചുകൂടാ. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു രാജ്യമാണെന്നും മുസ്ലിങ്ങളെ പുറത്താക്കണമെന്നും അവർക്ക് വേണമെങ്കിൽ മറ്റൊരു രാഷ്ട്രം ഉണ്ടാക്കി നൽകാമെന്നും പറഞ്ഞ ആദ്യത്തെ നേതാവിന്റെ പേര് VD സവർക്കർ എന്നാണ്. അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ മുസ്ലിം ലീഗിനും മുഹമ്മദ് അലി ജിന്ന അടക്കമുള്ള നേതാക്കൾക്കും അപകടം മണത്തു. അവർ തീരുമാനിച്ചു, ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് മുസ്ലിം രാഷ്ട്രം എന്നൊരു ആശയം മുന്നോട്ട് വെക്കണമെന്ന്. യഥാർത്ഥത്തിൽ 1940 ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനമാണ് പാകിസ്ഥാൻ പ്രമേയം, പാകിസ്ഥാൻ റെസല്യൂഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ പ്രമേയം പാസ്സാക്കുന്നത് അതിന് 3 വർഷം മുമ്പ് തന്നെ VD സവർക്കർ ഈ ആശയം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മുഹമ്മദ് അലി ജിന്നയെ മാത്രം ഓർത്താൽ പോരല്ലോ, VD സവർക്കറെയും നമ്മൾ ഓർമ്മിക്കണമല്ലോ. കാരണം ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന്റെ പ്രധാന ഉത്തരവാദികളിൽ ഒരാൾ ജിന്നയായിരിക്കുമ്പോൾ മറുവശത്ത് VD സവർക്കറുമുണ്ട്. ആ ചരിത്രം നമ്മൾ കാണാതെ പോകരുത്. പക്ഷേ അതറിയാത്തവരല്ല നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ആർലേക്കറും. അവർക്ക് കൃത്യമായി ഈ ചരിത്രബോധമുണ്ട്. എന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 14 വിഭജനത്തിന്റെ ദുരന്തങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ദിവസമായിട്ട് ആചരിക്കണം എന്നവർ ആവശ്യപ്പെടുന്നത്? നോക്കൂ, RSS ഇന്ത്യയിൽ ഒരു പുതിയ ചരിത്രം നിർമ്മിക്കാനാണ്
നിർമ്മിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ചരിത്രം? നമുക്കറിയുന്നത് പോലെ RSS ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിരുന്നില്ല. 1925 RSS സ്ഥാപിതമാകുന്നത്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഹിന്ദു ദേശീയതയായിരുന്നു, ഹിന്ദു രാഷ്ട്രമായിരുന്നു. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും രാജ്യത്തെ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഒരുപോലെ സ്വാതന്ത്ര്യം കിട്ടണമെന്ന ആശയത്തെയാണ് മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് സമരവുമായി അവർ തെരുവിലിറങ്ങിയത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് പോരാടിയത്. ആ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ RSS തയ്യാറല്ലായിരുന്നു. കാരണം RSSന്റെ ലക്ഷ്യവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യവും രണ്ടും രണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു മതേതര ജനാധിപത്യ ഇന്ത്യയെ രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ RSS ഭാവന ചെയ്തതാകട്ടെ ഒരു ഹിന്ദു രാഷ്ട്രത്തെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാകാൻ RSSന് കഴിയുമായിരുന്നില്ല, അവർ പങ്കെടുത്തിട്ടുമില്ല. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന്റെ മുതൽക്കൂട്ടാകുന്നത്, അതിന്റെ ഗുണഭോക്താക്കളാകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. എപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ മൂലധനമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ മൂലധനത്തെ തന്നെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ തൊട്ടുതലേന്നൊരു വലിയ വിഭജനം ഈ രാജ്യം അഭിമുഖീകരിച്ചുവെന്നും ആ വിഭജനത്തിന്റെ ഉത്തരവാദികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നും വരുത്തി തീർക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ വാരം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇന്ത്യയെ വിഭജിച്ചത് ആരാണ്? നെഹ്റുവാണ്, കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ എന്നൊരു രാജ്യമുണ്ടായത്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് തലവേദന അനുഭവിക്കുന്നത്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, അരക്ഷിതമായി ഇന്ത്യ മാറുന്നതിന്റെ കാരണം അയൽ രാജ്യമായ പാകിസ്ഥാൻ ശത്രുവായിരിക്കുന്നു എന്നുള്ളതാണ്. ആ രാജ്യത്തെ നിർമ്മിച്ചത് കോൺഗ്രസ് ആണ്. ഈ രീതിയിൽ ഒരു ചരിത്ര നിർമ്മാണമാണ് RSS ആഗ്രഹിക്കുന്നത്, നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ആർലേക്കറും ഇത്തരം ഒരു പദ്ധതിയുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ RSSന്റെ അജണ്ട അതിശക്തമായി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ കേരളത്തിന്റെ രാജ്ഭവനിലിരിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന കേരള ഗവർണർ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല വിശ്വനാഥ അർലേക്കർ, രാജേന്ദ്ര അർലേക്കർ. അവർ തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അടിസ്ഥാന